blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്നുള്ളിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്കായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ശശിധരനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെയും തൻ്റെ ഭാര്യ രാധയെയും കർത്താവെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഒന്നാമത്തെ മകൾ ശ്രീദേവിക്കായും സജി മേനോനായും പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, അങ്ങ് അവർക്ക് പൈതങ്ങളെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകൾ സിന്ധുവിനായും ഹസ്ബൻഡിനായും പ്രാർത്ഥിക്കുന്നു. സുരേഷിനെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആ ദാമ്പത്യ ജീവിതത്തിലും അങ്ങ് കർത്താവെ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടില്ലാത്തതുമായ എല്ലാ ആഗ്രഹങ്ങളും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവരെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ശശിധരൻ, താങ്ക് യു വെരി മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് തുടർന്നും ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങൾ കാണാൻ പോകുന്ന മിറക്കിൾസ് ടുഡേയിൽ സരിത എന്ന പേരുള്ള ഒരു സഹോദരിയുടെ ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്നും അതുപോലെ മുറുക്കുന്ന സ്വഭാവത്തിൽ നിന്നും അത്ഭുതകരമായി യേശു വിടുവിച്ച ഒരു സാക്ഷ്യമാണ്. ഒത്തിരി സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് ആഗ്രഹം, എൻ്റെ ഭർത്താവ് ഒന്ന് മദ്യപാനം നിർത്തിയിരുന്നെങ്കിൽ, പുകവലി നിർത്തിയിരുന്നെങ്കിൽ, മുറുക്ക് നിർത്തിയിരുന്നെങ്കിൽ, ഡ്രഗ്സ് നിർത്തിയിരുന്നെങ്കിൽ, ചീട്ട് കളിക്കുന്ന സ്വഭാവം നിർത്തിയിരുന്നെങ്കിൽ, ദുശീലങ്ങളിൽ നിന്നും എൻ്റെ ഭർത്താവിനെ ഒന്ന് വിട്ടുകിട്ടിയിരുന്നെങ്കിൽ. എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, ചികിത്സിക്കാറുണ്ട്, ഉപദേശിപ്പിക്കാറുണ്ട്. എന്നാൽ യേശു അത്ഭുതകരമായി ഈ ഒരു കുടുംബത്തെ വിടുവിച്ച ഈ സാക്ഷ്യം നിങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, ഇതേ യേശു എൻ്റെ ഭർത്താവിനെ, അല്ലെങ്കിൽ എൻ്റെ മകനെ, എൻ്റെ പിതാവിനെ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയെ യേശു വിടുവിക്കും. ഉള്ളിൽ ഉറച്ച് വിശ്വസിക്കുക. ഈ സാക്ഷ്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്രദറിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് സരിത എന്നാണ്. തൻ്റെ ഭർത്താവ് മോനിച്ചൻ, പിന്നെ ഈ അങ്കിളിന്, ഈ അപ്പച്ചനും കൂടി ദൈവം സൗഖ്യം കൊടുത്ത കാര്യമാണ്. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ ഭർത്താവ് ഇവിടെ വന്നിട്ടില്ല. തൻ്റെ ഭർത്താവ് 10 വർഷമായിട്ട് തുടർച്ചയായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂടെ അദ്ദേഹം മുറുക്കുകയും ചെയ്യുമായിരുന്നു. ഇതുകൊണ്ടൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടാകുമായിരുന്നു. കാരണം മദ്യപിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഒത്തിരി സമാധാനമില്ല, വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളുമെല്ലാമായിരുന്നു. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ, അതായത് സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ വർഷം ഡിസംബർ മാസം, ഇതിപ്പോൾ ജനുവരിയാണ്, അതായത് ഡിസംബർ മാസം 2ാമത്തെ ആഴ്ചയിൽ ഇവർ രാവിലെ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ പരിശുദ്ധാത്മാവിൽ ചില പ്രത്യേക വാക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മദ്യപാനം നിർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കർത്താവ് വിടുവിക്കുന്നു എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മദ്യപാനം നിർത്താൻ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. യേശു നാമത്തിൽ ഉള്ളിൽ ആഗ്രഹമുള്ളതുകൊണ്ട് പൂർണ്ണമായി മദ്യപാനം മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. പൂർണ്ണമായി മാറിപ്പോകട്ടെ. ആ സമയത്ത് ഈ സിസ്റ്റർ ഭർത്താവിൻ്റെ അരികിലുണ്ടായിരുന്നു. ഈ സിസ്റ്റർ വെറുതെ തമാശയ്ക്ക് ഈ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ 2 കൈയും കൂടി എടുത്ത് ഭർത്താവിൻ്റെ തലയിൽ വെച്ച് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഒരു തമാശക്ക് ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, അന്ന് വൈകിട്ട് മുതൽ തൻ്റെ ഭർത്താവ് മദ്യപാനം നിർത്തി. 10 വർഷമായി
തുടർച്ചയായി ആ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സമാധാനം, ദാമ്പത്യ ജീവിതം എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനത്തിന്റെ ദുരാത്മാവ് ആ ഭവനം വിട്ടുപോയി. 10 വർഷം മദ്യപാനം മാറ്റിക്കൊടുത്തു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, തൻ്റെ ഭർത്താവ് ഇതിനോടൊപ്പം മുറുക്കിന്റെ ശീലമുണ്ടായിരുന്നു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: മദ്യപാനം മാത്രം മാറിയാൽ പോരാ, മുറുക്കും കൂടി മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: പതുക്കെ നമുക്ക് നിർത്താം, ഒറ്റടിക്ക് നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്തു. മദ്യപാനം നിർത്തി 3-ാമത്തെ ദിവസം TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദുശീലങ്ങളുള്ളവരെ കർത്താവ് വിടുവിക്കുന്നുവെന്ന് ബ്രദർ ഡാമിൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞപ്പോൾ, ഇത് അന്ന് രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ തലേ ദിവസം 30 രൂപയുടെ മുറുക്കാൻ പൊതി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. രാവിലെ ഈ ബ്ലെസ്സിംഗ് ടൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിൻ ഇങ്ങനെ പറഞ്ഞു: ദുശീലങ്ങളുള്ളവരെ യേശു കർത്താവ് വിടുവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് ചെയ്തത് വേറെ ഒന്നുമല്ല, ആ 30 രൂപയുടെ മുറുക്കാൻ പൊതി തന്നെ കൊണ്ടുപോയി തോട്ടിക്കൊണ്ടേ കളഞ്ഞു. അന്ന് മുതൽ ഈ 10 വർഷത്തോളമായ മുറുക്കിന്റെ ശീലവും നിർത്തി. ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല. മുറുക്കിയിട്ടുണ്ടോ? മുറുക്കിയിട്ടില്ല. ഹല്ലേലൂയ. മദ്യപാനം നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മുറുക്കൂടെ നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പതുക്കെ നിർത്താം, ഒറ്റയടിക്ക് എങ്ങനെ ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മുതൽ പുള്ളി മുറുക്കൊന്നുമില്ല. ഒരു ദിവസം മുറുക്കാതിരുന്നു, അതിൻ്റെ പിറ്റേ ദിവസം അങ്ങ് പുണ്ണായി. എന്താന്ന് വെച്ചാൽ പുള്ളി മുറുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വലിയൊരു പുകലപ്പൊതിയും കൂടെ നടക്കുക. പുകല മാത്രം ഇതിങ്ങനെ അത് ഈ വടക്കം പുകല വെച്ചിട്ടാണ് മുറുക്കുക. ഈ പുകല തന്നെ വായിലിട്ടുകൊണ്ടിങ്ങനെ നടന്ന സമയത്ത് ഇത് ദൈവം തമ്പുരാൻ്റെ അടുത്ത് മറുതലിച്ചത് കൊണ്ടായിരിക്കാം, വാന്നറിയ അങ്ങ് പുണ്ണായി, പഴുത്തു, ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അന്നേരം ഒരു ദിവസമായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ഞാനൊന്നും കഴിച്ചില്ല, എൻ്റെ വാന്നറിയും എന്തോ പഴുത്ത് നിൽക്കുക 2 കവിളിലും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതാ ദൈവത്തെ കളിപ്പിക്കരുത്. പിന്നെ മുറുക്കിയിട്ടില്ല. പിറ്റേ ദിവസം വന്ന് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ പറഞ്ഞു, എൻ്റെ വായിൽ പോയി. അത് മാത്രമല്ല ബ്രദർ, തൊട്ടരികിൽ നിൽക്കുന്നത് തൻ്റെ പിതാവാണ്. ഇദ്ദേഹം പ്രഷർ കൂടിയിട്ട് തളർന്നു കിടക്കുകയായിരുന്നു. പ്രഷർ കൂടി തളർന്നു കിടന്നിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇവരെല്ലാ ദിവസവും ബ്ലെസ്സിംഗ് ടൂഡേ കാണുമായിരുന്നു. ബ്ലെസ്സിംഗ് ടൂഡേയിൽ ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ചേർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ പതുക്കെ ഇദ്ദേഹം കൈ ഉയർത്താൻ തുടങ്ങി, പതുക്കെ ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇദ്ദേഹത്തിന് കർത്താവ് കൃപയാൽ സംസാരശേഷി തിരിച്ചു കൊടുത്തു. പതുക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ചോദിച്ചു, യേശു എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം യേശു എന്ന് പറയുകയും ചെയ്തു. ഓക്കെ, ഒന്ന് മൈക്ക് കൊടുക്കാമോ അങ്കിളെ? യേശു എന്നൊന്ന് ഉറക്കെ പറഞ്ഞു. യേശു. ആരാണ് അങ്കിളെ സൗഖ്യമാക്കിയത്? യേശു. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഞരമ്പ് പൊട്ടിപ്പോകും. ശരിക്കും മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവിന്റെ കൃപയാൽ ഇന്ന് അനുഗ്രഹം പ്രാപിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. എത്രയോ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിന് വേണ്ടി കർത്താവ് ചെയ്തത്. എല്ലാവരും നിങ്ങളുടെ കരങ്ങളെ നീട്ടി ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ് കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് സഹോദരിയുടെ ഭർത്താവിന് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. തൻ്റെ മദ്യപാനം മാറ്റിയതിനായി നന്ദി പറയുന്ന കർത്താവെ, തൻ്റെ ദുശീലങ്ങൾ മാറ്റിയതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ ആ വിടുതൽ ആ മകന് വേണ്ടി അങ്ങ് നൽകിയതിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ്, ആ അനുഗ്രഹത്തിൽ നിലനിൽക്കുവാനും യേശുവിൻ്റെ കർത്താവ് സാക്ഷിയായി ജീവിക്കുവാനും അങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്കിളിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ മിറക്കിൾസ് ടുഡേ കട്ടപ്പന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അന്ന് അവിടെ നൽകപ്പെട്ട സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണ് തുടർന്ന് കേൾക്കാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കണം. ഒരു നോട്ട് ബുക്ക് എടുക്കുക, പേന എടുക്കുക, പ്രധാന കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുക. ഞാൻ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതാണ്, ദൈവവചന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ എഴുതണം. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ മറവിയിൽ പലരും മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തവരാണ്. ഇതൊക്കെ നമ്മൾ മറന്നുപോകും. എന്നാൽ വീണ്ടും വീണ്ടും അങ്ങനൊരു ശീലമുണ്ടെങ്കിൽ അത് വായിച്ച് ധ്യാനിച്ച് അനുഗ്രഹിക്കപ്പെടാൻ തുടർന്നും ഈ ശുശ്രൂഷകൾ നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തീർച്ചയായും അത് ചെയ്യണം. ഈ വചന ശുശ്രൂഷ നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൻ്റെ കറൻസി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ചോദിക്കുന്നതിനേക്കാൾ, നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി പ്രവർത്തിക്കുവാൻ ഈ സ്വർഗീയ രാജാവിൻ്റെ ഖജനാവിൽ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ പ്രസാദം നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ എല്ലാം മാറുകയാണ്, അവസ്ഥകൾ മാറുകയാണ്.
ഹല്ലേലൂയ. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. യേശുവിൻ്റെ അടുക്കൽ സമൂഹം വെറുക്കുന്ന, എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരൊറ്റ വീട്ടിൽ കയറ്റാത്ത, ആരെങ്കിലും കണ്ടാൽ ഒഴിഞ്ഞു മാറിപ്പോകുന്ന കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരെ ആട്ടിപ്പായിക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനെ വെച്ച് തടുക്കുകയല്ല ചെയ്തത്. യേശു കുഷ്ഠരോഗികളെ തൊട്ടു സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവർ വിശ്വാസത്തോടെ വന്നപ്പോൾ ഒരിക്കലും സൗഖ്യമാകില്ല എന്ന് പറയുന്ന രോഗങ്ങൾ വരെ കർത്താവ് സൗഖ്യമാക്കി കൊടുത്തു. ഹല്ലേലൂയ. എത്ര വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഉള്ളിൽ വിശ്വസിക്കുക, നിഷ്കളങ്കമായി ഉള്ളിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിഷ്കളങ്കമായ വിശ്വാസത്തെ മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ചില സ്ത്രീകൾ വിശ്വസിച്ചപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ യേശു ആ വിശ്വാസം കണ്ടിട്ട് യേശു അത്ഭുതപ്പെട്ടു. ഇങ്ങനെയും വിശ്വാസമുണ്ടോ? അങ്ങനൊരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അതിന് യേശുവിനെ തൊടാൻ കഴിയും. യേശുവിനെ നിങ്ങളുടെ വിശ്വാസം സ്പർശിക്കുമ്പോൾ അവൻ്റെ ശക്തി നിങ്ങളെ സ്പർശിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ വിശ്വാസം യേശുവിനെ സ്പർശിക്കുമ്പോൾ അവൻ്റെ ശക്തി നിങ്ങളെ സ്പർശിക്കും. ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുകയാണ്. ഹല്ലേലൂയ. അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും ദൈവത്തിൻ്റെ ശക്തിയും കൂട്ടുമുട്ടുമ്പോഴാണ് അത്ഭുതം എന്ന് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരിക്കൽ കർത്താവ് ഒരു കഴുതയുടെ മുകളിൽ കയറി സഞ്ചരിച്ചു. നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം. ഒരു കഴുതയെ കൊണ്ടുവരാൻ പറഞ്ഞു. യേശു കഴുതയുടെ മുകളിൽ കയറി സഞ്ചരിച്ചു. ആ സമയത്ത് നാട്ടിലെ ജനം ചെയ്തത്, അയ്യോ കഴുതപ്പുറത്തൊരാൾ വന്നേ എന്നല്ല പറഞ്ഞത്. ആ കാലത്ത് രാജാക്കന്മാരാണ് കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്നത്. അന്നത്തെ രീതി അതാണ്. കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നത് പടയാളികളാണ്, സോൾജേഴ്സ്. രാജാക്കന്മാരാണ് കഴുതയുടെ മുകളിൽ കയറി സഞ്ചരിക്കുന്നത്. ഇതറിയാവുന്ന ജനം ചെയ്തത്, അവർ ഓടി വന്ന് അവരുടെ വസ്ത്രങ്ങളും അതുപോലെ പല വൃക്ഷക്കൊമ്പുകളും വഴിയിൽ വിതറി, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹോസന്ന പാടി യേശുവിനെ എതിരേറ്റു. അല്ലെങ്കിൽ ഒരു വലിയ കൊട്ടാരത്തിൽ നിന്നും രാജാവ് എഴുന്നള്ളത്ത് നടത്തുമ്പോൾ എങ്ങനെ പ്രജകൾ രാജാവിനെ സ്വീകരിക്കുമോ ആ രീതിയിൽ അന്ന് ജെറുസലേമിൻ്റെ തെരുവീഥിയിൽ യേശുവിനെ ജനം സ്വീകരിച്ചു. പക്ഷേ രാജാവ് എവിടെ ഇരിപ്പുണ്ട്? അന്നത്തെ രാജാവ് ഹെരോദാവ് എവിടെ ഇരിപ്പുണ്ട്? കൊട്ടാരത്തിൽ ഇരിപ്പുണ്ട്. കൊട്ടാരത്തിൽ താൻ ഇരിക്കുമ്പോഴാണ് യേശുവിനെ ജനം ഇതുപോലെ റോഡിലൂടെ സ്വീകരിച്ചു കൊണ്ടുപോയത്. ഇതെല്ലാം കൂടി കണ്ടപ്പോഴാണ് ഹെരോദാവിൻ്റെ മുട്ടടിക്കാൻ തുടങ്ങിയത്. അയ്യോ, ഞാൻ രാജാവായിട്ടിരിക്കുമ്പോൾ വേറൊരു രാജാവ്, ഈ രാജാവ് കുഞ്ഞായിരുന്ന സമയത്തെ കൊല്ലാൻ ശ്രമിച്ചതാ, ഒത്തിരി കുഞ്ഞുങ്ങളുടെ തലയെടുത്തതാ. എന്നിട്ടും ആ രാജാവിനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ രാജാവ് ഇതാ ജെറുസലേമിലൂടെ എഴുന്നള്ളുകയാണ്. അവർക്ക് മനസ്സിലായി. എന്നാൽ ആ രാജാവിനെ, യേശു എന്ന രാജാവിനെ എന്ന് പറയുന്നതിനേക്കാൾ രാജാധിരാജാവിനെ സ്വീകരിച്ച ജനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്കൊരു കാര്യം വെളിപ്പെട്ടു. ഹേരോദ രാജാവിനേക്കാൾ, സകല നാട്ടുരാജാക്കന്മാരെക്കാൾ, സകല വലിയ രാജാക്കന്മാരെക്കാളും ചക്രവർത്തിമാരെക്കാളും വലിയവനാണ് കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന യേശു രാജാവ്. ഇത് മനസ്സിലാക്കിയ ജനമാണ് അവരുടെ മേൽവസ്ത്രങ്ങൾ ഊരി വഴിയിൽ വിരിച്ച് അവനൊരു റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകിയത്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, അതുപോലെ യേശുവിനെ ആനയിച്ചു കൊണ്ടുപോകാൻ, സ്വീകരിക്കാൻ എത്ര പേരിവിടെ തയ്യാറുണ്ട്? ജീവിതത്തിലേക്ക് ഒരു രാജാവായി യേശുവിനെ സ്വീകരിച്ചാൽ രാജകീയമായ രീതിയിൽ നിന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും. ഹല്ലേലൂയ. കാരണം രാജാവിനെയാണ് നീ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ.
അവിടെ ആ ജനം ചെയ്തതുപോലെ തങ്ങൾക്കുള്ളതെല്ലാം അവൻ്റെ മുമ്പിലിട്ടു. അതിൻ്റെ മുകളിലൂടെയാണ് കഴുതപ്പുറത്ത് യേശു നടന്നത്. ഹല്ലേലൂയ. യേശു അതിൻ്റെ മുകളിലൂടെ നടന്നു. ഇതുപോലെ കർത്താവ്, എനിക്കുള്ളതെല്ലാം ഞാൻ നിന്റെ മുമ്പിൽ ഇടുകയാണ്. അതിൻ്റെ മുകളിലൂടെ വാഹനമേറി അങ്ങ് വന്ന് എന്നിൽ വാഴണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് അതുപോലെ ചെയ്യും. വേദപുസ്തകമുള്ളവർ പുസ്തകം തുറന്ന് 1 പത്രോസ് 2-ാം അധ്യായം 7-ാമത്തെ വാക്യം ഈ സമയത്ത് നമുക്ക് വായിക്കാം. വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് ഈ കല്ല് അമൂല്യമാകുന്നു. ഈ കല്ല് അമൂല്യമാകുന്നു. ഈ കല്ല് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ഈ കല്ല് അമൂല്യമാകുന്നു. വായിക്കാം. വിശ്വസിക്കാത്തവർക്കോ, എന്നാൽ വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ആയി മാറിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം, യേശു നമ്മുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ലായിരിക്കണം. യേശു സഭയുടെ മൂലക്കല്ലായിരിക്കുന്നത് പോലെ, അടിസ്ഥാന കല്ല് ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മൂലക്കല്ല് യേശു ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം യേശു ആയിരിക്കണം. അവനിലാണ് നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത്. അവനിലാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്, ജീവിതത്തിൽ യേശു ഒരു മൂലക്കല്ല് പോലെ ആയിരിക്കണം. ഒരു ഭവനത്തിൻ്റെ ഏറ്റവും ആദ്യം ഇടുന്ന കല്ലാണ് മൂലക്കല്ല്. അവിടെ നിന്നാണ് അതിന് മുകളിലേക്ക് 2 ലക്ഷം കല്ലുകൾ വെച്ചാലും അതെല്ലാം പണിയപ്പെടുന്നത് ആ ഒരൊറ്റ കല്ലിൻ്റെ മേലാണ്. ഇതുപോലെയാണ് ജീവിതം, ദാമ്പത്യ ജീവിതം, പഠനം, ശുശ്രൂഷ, നമ്മുടെ ജീവിതത്തിലെ ബിസിനസ് ആകട്ടെ, സാമ്പത്തികമാകട്ടെ, സകലവും പണിയപ്പെടേണ്ടത് യേശുവിൻ്റെ മേലാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മേൽ പണിയപ്പെടുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ളത്, ഈ മൂലക്കല്ല് യുഗങ്ങളുടെ പാറ ആയതുകൊണ്ട് ഒരിക്കലും ആ കല്ല് തകർന്നു പോകുകയില്ല, ഒരിക്കലും ആ കല്ല് നുറുങ്ങിപ്പോകുകയില്ല. അതിൻ്റെ മേൽ എത്ര വേണമെങ്കിലും ഉയരത്തിലേക്ക് നമുക്ക് ജീവിതത്തെ പണിയാൻ സാധിക്കും. ഹല്ലേലൂയ. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്ന ഏവനും, മരത്തിന്മേൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുരിശിന്മേൽ, മരക്കുരിശിന്മേൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ, ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു വലിയ ശാപമായി തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം, അടുത്ത വാക്യം കൂടെ വായിക്കാം. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ വിജാതിയർക്ക് ലഭിക്കേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. 2 കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, സകല ശാപങ്ങളിൽ നിന്നും യേശുവാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. ഒന്നുകൂടി പറയാം, എല്ലാ ശാപങ്ങളിൽ നിന്നും യേശുവാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. അങ്ങനെ വീണ്ടെടുക്കപ്പെടുന്നവർക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ അവൻ നൽകുന്നു. അഥവാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെ ദൈവം അവരിലേക്ക് കർത്താവ് വർഷിക്കുകയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാ ശാപങ്ങളും യേശുവിലേക്ക് തിരിയുമ്പോൾ അവൻ എടുത്തു മാറ്റുന്നു. ശാപങ്ങളിൽ നിന്നും യേശു നമ്മെ വിടുവിക്കുന്നു. ഒത്തിരി പേർക്ക് സംശയമുണ്ട്, എൻ്റെ വീട്ടിലൊരു ശാപമുണ്ടോ, എന്തുകൊണ്ടാണ് എനിക്കൊരു ഗതി കിട്ടാത്തത്, ഒരു മേൽഗതി ഇല്ലാത്തത്, മുകളിലേക്ക് എന്തുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല? അങ്ങനെ ഒത്തിരി പേര് സംശയിക്കുന്നുണ്ട്, ശാപത്തിന് കീഴിലാണോ? പലരും അങ്ങനെയുള്ള ശപിക്കപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്നാൽ യേശുവാണ് നമ്മെ ശാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നത്. യേശു നമ്മെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ സകല ജാതികൾക്കും അവൻ നൽകുകയാണ്.
നമ്മൾ ഓരോരുത്തരിലേക്കും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ അവൻ നൽകുന്നു. എന്താണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്നറിയാമോ? അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കും. എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? ക്രിസ്തുയേശുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ആ അനുഗ്രഹം വന്നു ചേരുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾ മുഴുവൻ മാറിയത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നിൽ വന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അകത്ത് വരുന്ന ആ സമയം മുതൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറ്റമുണ്ടാകും. കാരണം നമ്മിൽ വസിക്കുന്നത് സാധാരണ ഒരാത്മാവല്ല, ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ ശക്തനായ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുകയാണ്. ബ്ലെസ്സിങ് ടുഡേയിലൂടെ നിങ്ങൾ പല ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലെയും അനുഭവ സാക്ഷ്യങ്ങളും വചന ശുശ്രൂഷയൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക, എല്ലായിടങ്ങളിലും കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സിറ്റികളിലേക്കും ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലേക്കും വരണമെന്നുണ്ട്. മാനുഷികമായ പരിമിതികളുണ്ട്. എന്നാൽ ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച കോയമ്പത്തൂരിലും അതുപോലെ ശനിയാഴ്ച തൃശ്ശൂരിൽ ഞങ്ങൾ ടീമായി വരുന്നുണ്ട്. അവിടെ എത്തിച്ചേരാൻ കഴിയുന്നവരെല്ലാം വന്നു ചേരുക. ഒരുപക്ഷെ എല്ലാവർക്കും ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണാൻ സാധ്യമല്ല. അവർ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുമിത്രാദികൾ കോയമ്പത്തൂരിലോ അല്ലെങ്കിൽ തൃശ്ശൂരിലോ അയൽ ജില്ലകളിലോ പരിസരങ്ങളിലോ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു പറയണം. അവരോട് വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾ അവരെ ക്ഷണിക്കണം. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചെയ്യാവുന്ന വലിയൊരു സഹായമാണത്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുള്ളിൽ വിശ്വസിക്കുക. കർത്താവെ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. റൂബി എന്നു പേരുള്ള ഒരു സഹോദരിയെ ആസ്മ രോഗത്തിൽ നിന്ന് കർത്താവ് ഈ സമയത്ത് വിടുവിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഒരു കാതിൻ്റെ കേൾവിശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ തന്നെ നിങ്ങൾ ആ കാതിൻ്റെ ഭാഗത്ത് കൈവയ്ക്കുക. യേശുവിൻ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. ആയിരങ്ങളെ കഴിഞ്ഞ നാളുകളിൽ സൗഖ്യമാക്കിയ യേശു നിങ്ങളെയും സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും. നിങ്ങളുടെ രോഗം എന്താകട്ടെ, നിങ്ങളുടെ പേര് ഏതുമാകട്ടെ, അവസ്ഥ എന്തുമാകട്ടെ. ഡോക്ടേഴ്സ് ഒരുപക്ഷെ നിങ്ങൾ മരിച്ചു പോകുന്നതായിരിക്കും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദീർഘമായി ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദൈവം ഈ രോഗത്തെ മാറ്റിക്കളഞ്ഞ് ആയുസ്സിനെ ദീർഘമാക്കും. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പൈൽസ് രോഗത്താൽ വളരെ കഷ്ടപ്പെടുന്ന, എന്ന് വെച്ചാൽ ഒത്തിരി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന, വേദന അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഫിസ്റ്റുല, ഫിഷർ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് നിമിത്തമായി ഉണങ്ങാത്ത മുറിവുകൾ യേശുവിൻ നാമത്തിൽ ഉണങ്ങട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. കരളിൻ്റെ രോഗങ്ങൾ, ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിഡ്നികളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് വേണ്ടാത്ത രീതിയിൽ കിഡ്നികൾ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ഡയബറ്റിക് പേഷ്യൻസ് സൗഖ്യമാകട്ടെ. വിചിത്രമായ രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലാതെ വിയർക്കുന്ന ചിലരുണ്ട്. ചില രോഗത്തിൻ്റെ ബന്ധനങ്ങളും ആ രോഗത്തിൻ്റെ അണുക്കളും നിങ്ങളുടെ ശരീരത്തെ വിട്ട് മാറുകയാണ്. സൗഖ്യമാകട്ടെ. കിടപ്പുരോഗികൾ എഴുന്നേൽക്കുക. താങ്ക് യു ലോർഡ്. അംഗവൈകല്യങ്ങളുള്ളവർ ഇപ്പോൾ വിശ്വസിക്കുക. സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. മൂക്കിൻ്റെ അകത്ത് ദശ വളരുന്ന, മാംസം വളരുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. സാമ്പത്തികമായി വലിയ പ്രയാസത്തിലായിരിക്കുന്നവർ വിശാലതയിലേക്ക് വരട്ടെ. ജോലി ഇല്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് ജോലി ലഭിക്കട്ടെ. വീസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കട്ടെ. അതുപോലെ ശമ്പളത്തിൽ വർധനവിന് വേണ്ടി, പ്രമോഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. വാഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നൽകണമേ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു.
തക്ക ജീവിത പങ്കാളികളെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ബൈബിൾ ലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരോടാണ് യേശു സാത്താനെ നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞത്? To whom did Jesus say, "Get behind me, Satan. You are a stumbling block to me"? ഓപ്ഷൻസ്: എ പത്രോസിനോട്, ബി യൂദായോട്, സി പരീശന്മാരോട്, ഡി ശാസ്ത്രിമാരോട്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.